ചെറിയ അക്കൗണ്ടുകളിൽ കവേർഡ് കോൾ ചെയ്യുന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ലെസൺ. കവേർഡ് കോൾ ഫോർ സ്മോളർ അക്കൗണ്ട്സ്. ആദ്യമായിട്ട് കവേർഡ് കോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്റ്റോക്ക് നിശ്ചിത ക്വാണ്ടിറ്റി വാങ്ങുകയാണ്. ഓപ്ഷൻ മാർക്കറ്റിൽ എത്രയാണോ ലോട്ട് സൈസ് അതനുസരിച്ച് സ്റ്റോക്ക് വാങ്ങി നമ്മൾ ഓൺ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ മാർക്കറ്റ് വ്യൂ അനുസരിച്ച് കോൾ ഓപ്ഷൻ അഗെയിൻസ്റ്റ് സ്റ്റോക്ക് വിൽക്കുകയാണ് ചെയ്യുക കവേർഡ് കോളിൽ. ഇത് ഒരു ന്യൂട്രൽ ടു സ്ലൈറ്റ്ലി ബുള്ളിഷ് വ്യൂ ആണ് സാധാരണഗതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ന്യൂട്രൽ ആണെങ്കിൽ കോൾ ഓപ്ഷന്റെ പ്രീമിയം നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് മാറും. ബുള്ളിഷ് ആണെങ്കിൽ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നതനുസരിച്ച് സ്ട്രൈക്ക്, ഷോർട്ട് കോളിന്റെ സ്ട്രൈക്ക് വരെയുള്ള പ്രോഫിറ്റ് കിട്ടും. ഒപ്പം കോൾ ഓപ്ഷന്റെ പ്രീമിയവും പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. ഇതാണ് കവേർഡ് കോൾ. പക്ഷേ ഇത് നമ്മൾ ചെയ്യുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്യേണ്ടി വരും. പക്ഷെ കുറഞ്ഞ ക്യാപിറ്റൽ ഉള്ള അക്കൗണ്ടുകളിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഇനി വളരെ വലിയ ക്യാപിറ്റൽ ഉള്ള അക്കൗണ്ട് ആണെങ്കിൽ പോലും നമുക്കത് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്ത് ആ ക്യാപിറ്റൽ നല്ല രീതിയിൽ മൾട്ടി ട്രേഡുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാനായിട്ട് ഈ രീതി ചെയ്താൽ നമുക്കത് സാധ്യമാക്കിയെടുക്കാം. ഈ ഒരു സ്ട്രാറ്റജിയിൽ ഒരു ഇൻ ദ മണി കോൾ ഓപ്ഷൻ വാങ്ങുകയാണ് ചെയ്യുക. ഇൻ ദ മണി കോൾ ഓപ്ഷൻ വാങ്ങുമ്പോൾ സ്റ്റോക്ക് മുകളിലേക്ക് പോകും എങ്കിൽ നമ്മൾ പ്രോഫിറ്റബിൾ ആയിരിക്കാം. താഴേക്കാണ് പോകുന്നതെങ്കിൽ ITM കോളിൽ നമുക്ക് നഷ്ടം വരും. മുകളിലേക്ക് പോകുമ്പോൾ 1/1 പ്രോഫിറ്റ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ടൈം വാല്യൂ ഏറ്റവും കുറഞ്ഞ, അതല്ലെങ്കിൽ ടൈം വാല്യൂ ഇല്ലാത്ത കോൾ ഓപ്ഷനാണ് നമ്മൾ വാങ്ങുക. ഇൻ ദ മണി കോൾ ഓപ്ഷൻസിന് പൊതുവെ ടൈം വാല്യൂ വളരെ കുറവായിരിക്കും. അതിനുശേഷം കോൾ ഓപ്ഷൻ സൈഡിൽ കവേർഡ് കോൾ ചെയ്യുന്ന അതുപോലെ തന്നെ കോൾ ഓപ്ഷൻ വിൽക്കുകയാണ് ചെയ്യുക നമ്മളുടെ മാർക്കറ്റ് വ്യൂ അനുസരിച്ച്. ഇതും ന്യൂട്രൽ ടു ബുള്ളിഷ് വ്യൂ തന്നെയാണ്. കാരണം സ്ട്രാറ്റജിയുടെ പ്രോഫിറ്റബിലിറ്റി സെയിം ആണ്. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഇത് ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ സ്റ്റോക്കിന്റെ ചാർട്ടാണ്. 2243 നിൽക്കുന്നു. ഇവിടെ നമുക്കൊരു ന്യൂട്രൽ ടു ബുള്ളിഷ് സ്ട്രാറ്റജിയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കവേർഡ് കോൾ. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഡെറിവേറ്റീവ്സ് ഓപ്ഷൻ ചെയിൻ. ഏപ്രിൽ മാസത്തെ നോക്കാം. നമുക്ക് ഏപ്രിൽ മാസത്തിൽ ഒരു 20 ദിവസത്തോളം ഉണ്ട്. ഇൻ ദ മണി കോൾ ഓപ്ഷൻ വാങ്ങുവാനാണ് സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സ്ട്രാറ്റജിയിൽ. ഇൻ ദ മണി കോൾ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ടൈം വാല്യൂ ഏറ്റവും കുറവുള്ള ഒരു കോൾ ഓപ്ഷൻ ആവശ്യം. അതിന് താഴേക്ക് നമ്മൾ ഈ സ്റ്റോക്ക് പോകും എന്ന ഒരു വ്യൂ നമുക്ക് ഉണ്ടാവരുത്. കാരണം സ്റ്റോക്ക് പോയാൽ നമ്മുടെ പ്രീമിയം ഫുള്ള് നമുക്ക് നഷ്ടമാവും. ഒരു 2000 കോളിന്റെ ഒരു കോൾ ഓപ്ഷൻ നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് 251.85 ചിലവാകും. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഫ്യൂച്ചേഴ്സില ഓപ്ഷൻസ് ആണ്. ബൈ ആണ് ചെയ്യുക. 2200 കോൾ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ കൊടുക്കേണ്ടി വരുന്ന പ്രീമിയം 251.85. 2200 അല്ല, 2000 ആണ്.
2000 കോൾ ഓപ്ഷൻ വാങ്ങുമ്പോൾ 251.85 കൊടുക്കണം. ഇതാണ് നമുക്ക് കിട്ടുന്ന ചാർട്ട്. സ്റ്റോക്ക് താഴേക്ക് പോയാൽ നമുക്ക് നഷ്ടം വരുന്നത് 75,555, കാരണം അതാണ് നമ്മൾ കൊടുത്ത പ്രീമിയം. അപ്പോൾ കോൾ ഓപ്ഷൻ താഴേക്ക് പോയാൽ നമ്മളുടെ കോൾ ഓപ്ഷൻ്റെ പണം നമുക്ക് നഷ്ടപ്പെടും, 75,000 നമുക്ക് പ്രീമിയം നഷ്ടപ്പെടും. മുകളിലേക്ക് പോയാൽ നമ്മൾ പ്രോഫിറ്റബിൾ ആണ്, കാരണം മുകളിലേക്ക് പോകുന്നതോറും ഇതൊരു സ്റ്റോക്ക് വാങ്ങുന്ന അതേ രീതിയിൽ ഇതിൻ്റെ ഒരു മെക്കാനിസം പ്രവർത്തിക്കും. സോ നമുക്ക് പ്രോഫിറ്റ് വരും. ഇതാണ് ഒരു ലോങ് കോൾ ഓപ്ഷൻ്റെ പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ. ഇതോടൊപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു കോൾ ഓപ്ഷൻ വിൽക്കുകയാണ്. ഒരു ന്യൂട്രൽ ടു ബുള്ളിഷ് വ്യൂ എന്ന് പറയുമ്പോൾ നമുക്കൊരു 2260 ഒരു കോൾ ഓപ്ഷൻ വിൽക്കുവാൻ പറ്റും. അതാണ് കവേർഡ് കോൾ. കാരണം ഇതുകൊണ്ടുള്ള റിസ്ക് കവർ ചെയ്യപ്പെടുന്നുണ്ട് ബൈ ദ ലോങ് കോൾ ഈ റിസ്ക് ഏറ്റെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കോൾ ഓപ്ഷൻ ഒരു കവേർഡ് കോൾ ആയിട്ട് വർക്ക് ചെയ്യും. 2260 കോൾ ഓപ്ഷൻ സെല്ലാണ്. 2260 ആഡ് പൊസിഷൻ. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു കവേർഡ് കോളിന് ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് പ്രൊഫൈലാണ് ഇവിടെ കിട്ടിയത്. 33.05 ആണ് നമുക്ക് കിട്ടുക. കവേർഡ് കോളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഡൗൺ സൈഡ് റിസ്ക് ക്യാപ്പ് ചെയ്തിട്ടുണ്ട്. കവേർഡ് കോളിൽ ഡൗൺ സൈഡ് റിസ്ക് ക്യാപ്പ് ചെയ്തിട്ടില്ല. സ്റ്റോക്ക് താഴേക്ക് പോകുന്നതോറും നമുക്ക് നഷ്ടം കൂടിക്കൊണ്ടിരിക്കും. ഇവിടെ മാർജിൻ 23 കാണിക്കുന്നുണ്ട്, പക്ഷേ ഇത് ശരിയല്ല. നമുക്ക് കറക്റ്റ് മാർജിൻ എത്രയാണെന്ന് നോക്കാം. സെല്ലാണ് കോൾ ഓപ്ഷൻ. നമുക്ക് ഫൈനൽ മാർജിൻ ഇവിടെ വരുന്നത് 91,753 ആണ്. ഇത്രയും പണം നമ്മൾ നിക്ഷേപിച്ചാൽ ഈ ഒരു ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റും. ആദ്യം ഈ ലോങ് പൊസിഷൻ എടുക്കണം, അതിനുശേഷം ഷോർട്ട് പൊസിഷൻ എടുക്കണം. ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ 1 ലക്ഷം രൂപയാണ് മാക്സിമം നമ്മൾ ഇവിടെ വെക്കേണ്ടി വരിക. നമുക്ക് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് സ്റ്റോക്ക് ന്യൂട്രൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഏകദേശം മുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്കൊരു 12,360 രൂപ പ്രോഫിറ്റ് കിട്ടും. ഇത് ശ്രദ്ധിക്കേണ്ട, അത് ഈ മാർജിൻ കാൽക്കുലേഷൻ ഈ സിസ്റ്റത്തിൽ കറക്റ്റായിട്ട് വരാത്തതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ മാക്സിമം ലോസ് എന്ന് പറയുന്നത് 65,640 ആണ്. അതാണ് നമ്മളുടെ നെറ്റ് പ്രീമിയം. നെറ്റ് പ്രീമിയം മീൻസ് നമ്മൾ കൊടുത്ത പ്രീമിയം കിട്ടിയ പ്രീമിയം കൂടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് പ്രീമിയം. അതാണ് മാക്സിമം ലോസ്. കാരണം സ്റ്റോക്ക് താഴേക്ക് പോകുന്നതോറും നമുക്ക് നമ്മളുടെ മാക്സിമം ലോസ് അവിടെ ക്യാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊരു ചെറിയ അക്കൗണ്ട് ചെയ്യാൻ പറ്റും, കാരണം ഇവിടുത്തെ ലോസ് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ ഒരു കോൾ ഓപ്ഷൻ ഒരു കവേർഡ് കോൾ ചെയ്യുമ്പോൾ അവിടെ താഴത്തേക്കുള്ള റിസ്ക് കവർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ചെറിയ അക്കൗണ്ടുകളിൽ അത് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. സോ ഇതിന്റെ ബെനിഫിറ്റ് ഒന്ന് ലോവർ ക്യാപിറ്റൽ റിക്വയർമെന്റ്. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു ഈ ഒരു സ്ട്രാറ്റജി ചെയ്യാൻ 1 ലക്ഷം രൂപ ആവശ്യമുള്ളൂ. പക്ഷേ ഇത് സ്റ്റോക്കിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏകദേശം 1,20,000 രൂപ നമ്മളുടെ ഷോർട്ട് കോളിന് തന്നെ വേണ്ടി വരും മാർജിൻ. നമ്മളുടെ ലോങ് സ്റ്റോക്ക് അതിനു വേണ്ടി വരും ഒരു ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് 2,243 മൾട്ടിപ്ലൈഡ് ബൈ 300 ആണ് ലോട്ട് സൈസ്. അപ്പം മൊത്തം ക്യാപിറ്റൽ 8 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ക്യാപിറ്റൽ വേണ്ടി വരുന്ന ഒരു കവേർഡ് കോൾ സ്ട്രാറ്റജിയാണ് നമ്മൾ വെറും 1 ലക്ഷം രൂപയ്ക്ക് ചെയ്യുന്നത്. ഈ 1 ലക്ഷം രൂപയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ ബെനിഫിറ്റ് ഡൗൺ സൈഡ് റിസ്ക് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഡൗൺ സൈഡ് റിസ്ക് എന്ന് പറയുന്നത് 60,000 രൂപ മാത്രമാണ്. പക്ഷേ കവേർഡ് കോൾ സ്ട്രാറ്റജി ഡൗൺ സൈഡ് റിസ്ക് 6,72,000 മൈനസ് നമുക്ക് കിട്ടിയ കോൾ ഓപ്ഷന്റെ പ്രീമിയം അത് എത്രയാണോ അത്രയുമാണ് നമ്മളുടെ ഡൗൺ സൈഡ് റിസ്ക് എന്ന് പറയുക. കാരണം ട്രഡീഷണൽ ആയിട്ടുള്ള കവേർഡ് കോളിൽ റിസ്ക് ലിമിറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അടുത്ത ബെനിഫിറ്റ്
എമൗണ്ട് കുറച്ച് മതി. ഇതേ എമൗണ്ട് തന്നെയാണ് നമ്മൾ ട്രഡീഷണൽ കവേർഡ് കോൾ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് ഓൺ ദ ക്യാപിറ്റൽ വളരെ ചെറുതാണ്. റിട്ടേൺസ് ഓൺ ദ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ലെറ്റ്സ് സേ നമുക്ക് ഈ 12,360 മാത്രമേ കിട്ടിയുള്ളൂ എന്നിരിക്കട്ടെ. 12,360 റിട്ടേൺ ഓൺ ദ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ വെറും 2% കിട്ടുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ 1,00,000 രൂപയെ വെച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു മാക്സിമം 1,20,000 കൂട്ടാം. അതിന്റെ 10% നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഇത് വളരെ വലിയൊരു വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ അക്കൗണ്ടുകൾ ഉള്ളവർക്ക് മാത്രമല്ല, വലിയ അക്കൗണ്ട് ഉള്ളവർക്കും, ചെറിയ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു 5 ലക്ഷം മുതൽ താഴേക്കുള്ള അക്കൗണ്ടുകൾ, അതാണ് ചെറിയ അക്കൗണ്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടുന്ന് മുകളിലേക്ക് പോകുന്തോറും കുറച്ച് സൈസ് ഉള്ള അക്കൗണ്ടായിട്ട് വരും. അപ്പോൾ നമുക്ക് പല സ്ട്രാറ്റജികൾ എടുക്കാൻ പറ്റും. അപ്പോൾ വലിയ അക്കൗണ്ടുകളിൽ പോലും നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്താൽ ആ അഡീഷണൽ ക്യാപിറ്റൽ നമുക്ക് മറ്റ് പല പൊട്ടൻഷ്യൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അവിടെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ മറ്റൊരു ബെനിഫിറ്റ്. അതായത് മോർ എഫിഷ്യന്റ് യൂസ് ഓഫ് ട്രേഡിംഗ് ക്യാപിറ്റൽ, ലിമിറ്റഡ് ഡൗൺ റൈസിംഗ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. വീണ്ടും ബെനിഫിറ്റ്സ് ഉണ്ട്. മാക്സിമം ലോസ് ഈസ് ലിമിറ്റഡ് ടു ദ നെറ്റ് പ്രീമിയം പെയ്ഡ്. നമ്മൾ എത്ര പ്രീമിയമാണോ നമ്മൾ കൊടുത്തത് അതാണ് നമുക്ക് മാക്സിമം ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള നഷ്ടം. അങ്ങനെ അഥവാ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വ്യൂ നമ്മൾ ചെക്ക് ചെയ്യുക. ഹെഡ്ജ് ചെയ്യാൻ, ഹെഡ്ജിങ് പഠിച്ചവർക്ക് വേണമെങ്കിൽ ഹെഡ്ജ് ചെയ്യാം. ഇനി അത് ഹെഡ്ജിങ് പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ, വാല്യൂ ഇൻവെസ്റ്റർ ആണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ട് വീണ്ടും കയറി വരും എന്നുണ്ടെങ്കിൽ ഫർദർ ഡൗൺ പോയിട്ട് ഒരു കോൾ ഓപ്ഷൻ വാങ്ങി വെക്കാം, ഇൻ ദ മണി കോൾ ഓപ്ഷൻ വാങ്ങി വെക്കാം. അത് തിരിച്ചു കയറുമ്പോൾ ഈ ഇവിടെ ഉണ്ടാകുന്ന നഷ്ടം നമുക്ക് അവിടെ റിക്കവർ ചെയ്യാൻ പറ്റും. തിരിച്ചു കയറിയില്ലെങ്കിൽ അത് റിക്കവറിങ് നടക്കുന്നില്ല. അത് അറിഞ്ഞിരിക്കണം. അപ്പോൾ സ്റ്റോക്ക് വാങ്ങി വെക്കുന്ന ആ ട്രഡീഷണൽ കവേർഡ് കോളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ വളരെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുന്നില്ല. മറ്റു ചില ബെനിഫിറ്റ്സ്, ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി. നമ്മൾ സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ മാർക്കറ്റിലുള്ള വിലക്ക് തന്നെ വാങ്ങി വെക്കേണ്ടി വരും. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കിഷ്ടമുള്ള ഒരു സ്ട്രൈക്കിന്, ഒരു പക്ഷേ ലോവർ സ്ട്രൈക്കിന്, ഫർദർ ലോ, വീണ്ടും താഴെ പോയുള്ള സ്ട്രൈക്കിനൊക്കെ നമുക്ക് ഓപ്ഷൻ വാങ്ങാൻ പറ്റും. അതുപോലെ ഈ രണ്ട് പൊസിഷൻ, രണ്ട് ലെഗുകൾ, അതായത് ഷോർട്ട് കോളും ലോങ് കോളും നമുക്ക് മതിയായ രീതിയിൽ, അല്ലെങ്കിൽ നമ്മളുടെ വ്യൂ മാറുന്നതനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി എടുക്കുവാനുള്ള ഒരു അവസരം ഇതിനകത്ത് നമുക്ക് കിട്ടും. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് ബേസിസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കോസ്റ്റ് ബേസിസ് റെഡ്യൂസ് ചെയ്യുന്നത് ഇതിന്റെ മാത്രമല്ല, നമ്മുടെ കവേർഡ് കോളിലും അത് തന്നെയാണ് ഒരു ബെനിഫിറ്റ് ഈ ഒരു സ്ട്രാറ്റജിയുടെ. താങ്ക് യു ഫോർ വാച്ചിങ്.